ഹായ് തേജസ്. ഹായ്. തേജസ് ശരിക്കും തേജസിനെ കുറിച്ച് ഇവർ പറഞ്ഞ വിവരം എന്താണെന്നറിയോ? നാട്ടിൽ ഇപ്പോഴേ ഫ്ലെക്സ് വെച്ചു എന്നാണ്. ഫ്ലെക്സ് എനിക്കൊരു ഫോട്ടോ വെച്ചു തന്നു അമ്മ. ആ അത് എൻ്റെ നാട്ടിൻ്റെ അരുവത്തായിട്ട് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൂടുതൽ വെച്ചതൊന്നും അറിയില്ല. ആ ഒറ്റ ഫ്ലെക്സ് ഞാൻ കണ്ടിട്ടില്ല, വേറെ ഒന്നും അല്ല, കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഷോയ്ക്കുള്ളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഫ്ലെക്സ് വെച്ചല്ലേ? അതെ അതെ. അടിപൊളി. അപ്പം നാട്ടുകാർ ഭയങ്കര ആഘോഷമായിരിക്കുമല്ലോ. നാട്ടുകാർ അത്യാവശ്യം നല്ല സപ്പോർട്ട് ആ ഉണ്ട്. ഓക്കെ. പഠിച്ചത് എങ്ങനെയാണ്? മ്യൂസിക്കൊക്കെ പഠിച്ചത് എവിടെ മുതലാണ്? ഞാൻ ഏകദേശം ഒരു 6ാമത്തെ വയസ്സിലാണ് ഞാൻ ഇപ്പം മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ നാട്ടിനടുത്തൊരു മാഷുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയത്. ഉം. എൻ്റെ മ്യൂസിക്കിൻ്റെ ജേണിയിൽ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനായിരുന്നു. കാരണം അച്ഛൻ ഒരുപാട് പഴയ സോങ്സൊക്കെ കേട്ട് കേട്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പാട്ടിൽ ചേർക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ആ ഒരു ജേർണി അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അച്ഛനും അമ്മയും ആഗ്രഹിച്ചിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടിയെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കൺസീവ് ചെയ്തത് അതെ അതെ അതെ. എന്ന് പറയുന്നുണ്ട്. അതെന്താണ് സ്റ്റോറി? അത് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുറേ. ഈ ചെറുപ്പത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ കുറേ അമ്പലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു പാട്ട് പാടുന്ന ഒരു മകനെ കിട്ടണേ എന്നുള്ളതെല്ലാം. അത് സത്യമാണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് മ്യൂസിക്കിനോടുള്ള താല്പര്യം വളരെ കൂടി. ഒരു പക്ഷേ ചിലപ്പോൾ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട്. എങ്ങനെയല്ലല്ലേ, അല്ല, ഒറിജിനലി അവർ ആഗ്രഹിച്ചത്. ഒറിജിനൽ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഈ ഉണ്ണിയെ കിട്ടിയത്. എന്നിട്ട് ഉണ്ണി പാട്ട് പഠിച്ചു ആദ്യം തന്നെ. അത് എനിക്ക് ആദ്യം ഞാനിത് പാട്ട് പഠിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടായിട്ടില്ല. പിന്നെ അവരുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു മ്യൂസിക്കിനോട്. അച്ഛനോടുള്ള മ്യൂസിക്കിനോടുള്ള ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ അതൊരു ഭയങ്കര ഇഷ്ടമായി മാറി. അങ്ങനെ പഠിച്ചതാണ്. ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മോനെ. അതെ അതെ, ഇഷ്ടം. ഈ അച്ഛൻ പാട്ട് മോൻ്റെ മുമ്പ് പാടില്ല എന്ന് പറഞ്ഞു, അതെന്താണ് അങ്ങനെ? അത് ചെറുപ്പത്തിലെല്ലാം പാടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ മുന്നിൽ നിന്ന് പാടില്ല. അല്ലാത്ത സമയത്ത് നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ സമയത്തും പുറത്തെല്ലാം എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലെല്ലാണെങ്കിൽ പാടും. ഞാൻ എന്നെ കണ്ടാൽ അങ്ങനെ പാടാറില്ല. എന്താ? അതെന്താണെന്നറിയില്ല. കാരണം എന്നെ കണ്ടാൽ കുറച്ച് പേടിയൊക്കെയാണ്. അങ്ങനല്ല, ഞാൻ എന്തായാലും അത്യാവശ്യം 12 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ടൊന്നും അറിയില്ല. പാട്ട് മ്യൂസിക് ഇങ്ങനെ ശാസ്ത്രീയമായി പഠിച്ചത് അച്ഛൻ അങ്ങനെ പഠിച്ചിട്ടില്ല? ഇല്ല, അച്ഛൻ പഠിച്ചില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനോട്. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അതങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല പാട്ട് പാടാനെന്ന് അച്ഛനോട് നമുക്ക് പറയാം. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ വിളിച്ച് ഉപദേശിക്കാം. ഇപ്പം ഞാൻ പാട്ട് പാടുന്നത് എൻ്റെ വീഡിയോസ് കാണിച്ചു കൊടുത്താൽ മതി, അപ്പം അച്ഛന് കോൺഫിഡൻസ് വരും. ഒരു കുന്തം അറിഞ്ഞുകൂടാത്ത ഞാനിരുന്ന് ഈ മഹാരഥന്മാരുടെ മുമ്പിലിരുന്ന് കോപ്രായം കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ അച്ഛൻ എന്താണെന്ന് ചോദിക്കണം. എൻ്റെ വീഡിയോസ് കാണിച്ച് കൗൺസിൽ ചെയ്തോ, അപ്പം നന്നാവും. ഈ പാട്ടല്ലാതെ എന്തൊക്കെയാണ് നാട്ടിൽ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. മ്യൂസിക്കായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. കാരണം ഒരുപാട് ഓഡിഷനൊക്കെ പോകാറുണ്ട്. അതായിരുന്നു, വേറെ ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചില്ലെന്നില്ല ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ്. സെക്കൻഡ് ഓഡീഷൻ ആകുമ്പോൾ സരസ് സാർ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം എന്തായിരിക്കും ഫസ്റ്റ് തന്നെ പുറത്തു പോകുന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ സെലക്ഷൻ കിട്ടി. ഫസ്റ്റ് ഞാനാണ് കയറിയത്. ഫസ്റ്റ് കയറിയപ്പോൾ സെലക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ കിളി മൊത്തത്തിൽ പോയി. അത് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ്. സരസ് സാറിൻ്റെ മുന്നിൽ പാടുക എന്നുള്ള ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കൂട്ടത്തിൽ വരാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ പക്ഷേ വളരെ പാവമായിട്ട് സൈലൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയല്ല അല്ലേ? അങ്ങനെയല്ല, ചില സമയത്ത് ഞാൻ ഭയങ്കര കംഫോർട്ടുള്ള സ്ഥലത്തെല്ലാണെങ്കിൽ അത്യാവശ്യം. അപ്പോൾ ഇവിടെ കംഫർട്ട് അല്ലേ? അല്ല, അങ്ങനെയല്ല, ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഷെഡ്യൂള് എല്ലാവരും പരിചയപ്പെട്ട് വരണം അത്രയായിരുന്നു. അങ്ങനെ കുറച്ച് കംഫർട്ട് കിട്ടിയാൽ. ഈ പാട്ടൊക്കെ പഠിക്കുന്ന സമയത്തും ഇവിടെ ഗ്രൂമിങ് നടക്കുന്ന സമയത്തും ഒക്കെ നമ്മുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഇങ്ങനെ നടക്കും പാട്ടുകളുടെ. അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ ചില പാട്ടുകളൊക്കെ നമ്മുടെ ജോണറിൽ തന്നെയുള്ള പാട്ടുകൾ എടുക്കാൻ പറ്റും. പക്ഷെ വേറെ പാട്ടുകളൊക്കെ കിട്ടുമ്പോൾ പലതരത്തിലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിലൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാൻ ഒക്കെ കുറച്ച് പാടുവരും. വേറെ പാട്ടൊക്കെ നമ്മൾ കംഫർട്ട് അല്ലാത്ത പാട്ടുകളൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ എങ്ങനെ മറികടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ അത് നമ്മൾ റിയാലിറ്റി ഷോയിൽ പോകല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഏതൊരു ജോണറായാലും നമ്മൾ ആ പാട്ടിനോട് കുറച്ച് ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്വയം സെൽഫായിട്ട് അത് ട്രെയിൻ ചെയ്തെടുക്കണം. അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ്. സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു ഇത്. കോൺഫിഡൻസ് ഇല്ലെങ്കിലും പറയുന്ന വാക്കുകൾക്കൊക്കെ ആശയമുണ്ട് കേട്ടോ. ഈ പാട്ടിനകത്തുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്ക് അത്രയും ഡെപ്തിലുള്ള സ്നേഹമുണ്ട്. നമ്മൾ പക്ഷേ അത്രയും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ആ ഒരു ഇൻവോൾവ്മെൻ്റ്? അതൊരു കല എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഒരു പാട്ടെന്ന് പറയുന്ന ജോണറിൽ തന്നെ അത്രയും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു പൊസിഷൻ? എന്താണ് പാട്ടിലൂടെ ഞാൻ
ഏറ്റവും കൂടുതൽ എനിക്ക് അറ്റാച്ച് തോന്നിയത് ഞാൻ 10th പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ കലോത്സവത്തിനൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആ സമയത്ത് പോയത്. അപ്പോൾ എ ഗ്രേഡൊക്കെ നേടിയപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഒരുപാട് ഇതേപോലെ കുറേ മീഡിയസ് എന്തായാലും നമ്മളത് ഫേസ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരുപാട് മീഡിയയിൽ ഫേസ് ചെയ്തു. അവസാനം ഒരു ഇതിൽ കാണിച്ചപ്പോൾ പെട്ടെന്ന് ഫാമിലി മൊത്തത്തിൽ ഒരു ഇമോഷണലി ആയിരുന്നു. കാരണം സ്ക്രീനിൽ കാണിക്കുമ്പോൾ അവർ കിട്ടുന്നത് ഹാപ്പിനെസ് വല്ലാത്തായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. അപ്പോൾ അത് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. കാരണം അച്ഛനടക്ക് വന്നിട്ട് തന്നെ വല്ലാണ്ട് അതൊരു വല്ലാത്തൊരു ഇമോഷണലായിരുന്നു. ഓ, ആ ഹൈ കിട്ടിയതാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതെ അതെ. അപ്പം വീട്ടിലുള്ളവർക്കൊക്കെ അതിനേക്കാളും വലിയൊരു ഹൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ട്രോഫിയുമായിട്ട് നമ്മൾ ചെല്ലണം. അതെ, ആഗ്രഹത ആ മൊമെന്റ് സ്വപ്നം കണ്ട്. അതെ, പക്ഷെ അത് അവരെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി ഷോയിൽ കയറണം, പിന്നെ ഫസ്റ്റ് കിട്ടണം എന്നുള്ളതായിരുന്നില്ല. ആദ്യം നമ്മൾ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫസ്റ്റ് നമുക്ക് സെലക്ഷൻ കിട്ടുക, പിന്നെ അത് ട്രെയിൻ ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് കിട്ടുക എന്നുള്ളതായിരുന്നു. അവർ കൂടുതൽ ഫസ്റ്റ് നിന്ന് അധികം പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നമ്മളൊരു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ അത് എന്തായാലും ആഗ്രഹിച്ചേ നമുക്കത് മത്സരിക്കാൻ മുന്നോട്ട് പോകണം. നമ്മൾ ഏറ്റവും ടോപ്പിൽ പാടുക എന്നുള്ളതാണ്. അതെ അതെ അതെ. അപ്പം അതിനുള്ളൊരു പാട്ട് പ്രിപ്പറേഷനാണ് നടത്തേണ്ടതെന്നുള്ളതാണ്. എന്തായാലും എനിക്കറിയാം ഉള്ളിൽ ഫയർ ഉണ്ട്, വർത്തമാനത്തിൽ അത്രയൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ളിലൊരു ഒരു ആത്മവിശ്വാസമുണ്ട്, ഒരു ഫൈറ്റർ ഉണ്ട്. ആ ഫൈറ്റർ അങ്ങോട്ട് ഗ്രൂം ചെയ്ത് പൊളിക്ക്, എന്നിട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റേജിൽ അങ്ങോട്ട് അവതരിപ്പിക്കേ, പൊളിക്കാം നമുക്ക്. അപ്പോൾ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു. താങ്ക് യു.